നാടിനോട് യാത്ര പറഞ്ഞ പൂച്ചപ്പാറ മണിയുടെ കുടുംബം മലയിറങ്ങി. കരുളായി ചെങ്കുത്തായി മലവാരത്തിൽ മണിയുടെ മകൾ മീനാക്ഷിക്കുട്ടിയെ അയ്യപ്പൻ ചുമലിലേറ്റി പൂച്ചപ്പാറ മലയിറങ്ങുമ്പോൾ കരുളായി വനം ഒരിക്കൽ കൂടി കണ്ണീർ പൊഴിച്ചു. പേടിയാണ്. ഞാൻ എവിടെ കണ്ടാലും എനിക്ക് പേടി. കാട്ടിലായി കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച പൂച്ചപ്പാറ മണിയുടെ കുടുംബമാണ് നാട്ടിൽ താമസിക്കാനായി മലയോടും മലദൈവങ്ങളോടും യാത്ര പറഞ്ഞ് മലയിറങ്ങിയത്. മണിയുടെ വിയോഗത്തെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയ ഭാര്യയും മക്കളുമാണ് നാട്ടിൽ താമസിക്കാനായി മണിയുടെ സഹോദരൻ അയ്യപ്പന്റെയും ഭാര്യയുടെയും കൂടെ കാട് വിട്ടിറങ്ങിയത്. യാത്രയിൽ കാട്ടുകൊമ്പന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മണി കൊല്ലപ്പെട്ട ശേഷം ആദ്യമായാണ് കുടുംബം ആനയെ കാണുന്നത്. ആദ്യം പേടിച്ചു പോയെന്നും എന്നാൽ തങ്ങളെ ഒന്നും ചെയ്യാതെ കുറെ ദൂരം മുന്നിൽ നടക്കുകയും പിന്നെ വഴിമാറുകയുമാണ് ചെയ്തതെന്ന് മാതി പറഞ്ഞു. മീനാക്ഷിക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിനും മണിയുടെ ഭാര്യയ്ക്ക് ജോലിക്ക് പോകുന്നതിനും വേണ്ടിയാണ് ഇവർ കരുളായിയിലേക്ക് താമസം മാറുന്നത്. ടാക്സി വാഹനത്തിൽ വനംവകുപ്പിന്റെ അകമ്പടിയോടെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ചെറുപുഴയിലെ നെടുങ്കിയം വനം സ്റ്റേഷന് സമീപം ഇവരെത്തിയത്. ഇവിടെ തന്നെയുള്ള വനം ക്വാർട്ടേഴ്സിൽ ഇവർക്ക് താൽക്കാലികമായി താമസിക്കാൻ വനം വകുപ്പ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കരുളായി വനമേഖലയിൽ ആനയുടെ ആക്രമണത്താൽ മരണപ്പെട്ട ശ്രീ മണിയുടെ കുടുംബത്തെ അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് താഴെ ഇറക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളെയും താഴെ ഇറക്കുകയും വനംവകുപ്പിൻ്റെ കീഴിലുള്ള ഒരു ക്വാർട്ടേഴ്സ് അവർക്ക് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ മണിയുടെ ഭാര്യയ്ക്ക് വനംവകുപ്പിൽ താൽക്കാലിക ജോലി നൽകിയിട്ടുള്ളതാണ്. മണിയുടെ മൂത്ത മകൾക്ക് വേണ്ടിയുള്ള ചികിത്സാ സഹായത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളതും അതിന് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും DMI ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതുമാണ്. ഏഷ്യയിലെ പ്രാകൃത ഗോത്ര വിഭാഗമായ ചോലനായിക വിഭാഗത്തിൽപ്പെട്ട ഇവർക്ക് സഹായത്തിനായി വനംവകുപ്പും IDDPയും മഹിളാ സമക്യ സൊസൈറ്റിയും ഒപ്പമുണ്ട്. മക്കളായ മീര, മനു, മീന എന്നിവരെ അടുത്ത ദിവസം തന്നെ സ്കൂളിലെത്തിക്കുമെന്ന് മഹിളാ സമക്യ സേവിനി അജിത മണി പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.